ഞാൻ അങ്ങനെ ആയിരുന്നോ ആ സമയത്ത് എന്ന ചോദ്യമാണ് ആവശ്യമായ ഒരു ചോദ്യം. That question is asked by the film. The answer is shown in the film. ഗാന്ധിയെ പോലെ ജീവിക്കാൻ അസാധ്യ ധൈര്യം വേണം, വീരം തന്നെയാണ്. Actually both are brothers with a different face, same coin with a different side to it. ഇത് കേരളത്തിൽ വന്ന് തയ്യവും കഥകളിയും ചെയ്യുന്ന ഒരു സ്ഥലത്ത് അതേപ്പറ്റി പറയുന്നത്, you don't have to say. There are people who lie down and sleep while makeup is being made. That is the tradition of Kerala. Many will know. If you ask Balachandran Chullikadu, he will tell you about Suraj. അപ്പോൾ ഞാൻ വലിയ ആളാണോ അയാൾ വലിയ ആളാണോ? The truth is, Suraj is a great artist, remembered even after his death. You are the only person who pursued Gandhi in the true form. സാറ് പറഞ്ഞിട്ടാണ് ഗാന്ധിജി 2 കൈകൾ കൊണ്ട് എഴുതിയിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. സാറിൻ്റെ കോസ്റ്റ്യൂം ഡിസൈൻസിലൊക്കെ അതർ ഡിസൈൻസിൽ വരുന്നതെല്ലാം ഖാദി തുണികളാണ്. ആൻഡ് യു ഓൾവേസ് സ്പീക്ക് അബൌട്ട് നോൺ വയലൻസ്. പക്ഷേ സാർ ചെയ്യുന്ന വിക്രമായാലും സേനാപതി ആയാലും ദ ഡീൽ തിങ്സ് വിത്ത് വയലൻസ്. സോ അതൊരു കോൺഫ്ലിക്റ്റ് ആവാറുണ്ട് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ. അല്ല, മിസ്റ്റർ ഗാന്ധി, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും മഹാത്മാഗാന്ധി എന്ന് പറയാറില്ല. കാരണം I started off being a critic of Mr. Mohandas Karamchand Gandhi. Then I became a fan. ഒരിക്കലും ഭക്തനാവാൻ സാധ്യതയില്ല, ആവില്ല. Because I am made like that. But let me tell you, ഈ വീരം വയലൻസ് രണ്ടും കണക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ ദ ഹൈറ്റ് ഓഫ് വാലർ ഇസ് അഹിംസ. ഗാന്ധിയെ പോലെ ജീവിക്കാൻ അസാധ്യ ധൈര്യം വേണം, വീരം തന്നെയാണ്. Actually both are brothers with a different face, same coin with a different side to it. ഒരാൾ അത് ഉപയോഗിച്ചു, ഒരാൾ അത് അങ്ങനെ പിടിച്ചു വെച്ച് you can hit me as much as you like, but I will go by the law എന്ന് പറയുന്നതാണ്. രണ്ടും ശരിയാണ്. ഈ ലോകത്ത് രണ്ടും ആവശ്യമാണ്. ഞാൻ what do I choose എന്നുള്ളതാണ് മുഖ്യം. You will see the film. He has written nice dialogues, so I don't want to say it before he says it on the screen. ഇതിൻ്റെ നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഉത്തരമൊക്കെ അതിലുണ്ട്, ഡയലോഗ്സിലുണ്ട്. All the same thing. Why are you then wearing Senapati's uniform if you so believe in Gandhi? So he is also a man who doesn't take Gandhiji lightly. He takes him to be a very serious answer to today's questions. So you will see that in the film. I think you will get the answer. I hope. Yes, please. Sir, come on, sir. റീസെൻ്റ്ലി ഈ മൂവിയുടെ പ്രൊമോഷന് വേണ്ടി മലേഷ്യയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എയർപോർട്ടിൽ PM-നെ കണ്ടിട്ട് തിരിച്ചു വന്നപ്പോൾ എയർപോർട്ടിൽ തടഞ്ഞു നിർത്തി. അപ്പോൾ അതിൽ ഒരാൾ സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞു, നിങ്ങൾ ആരൊക്കെയാണെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എനിക്ക് മാറ്റാൻ പറ്റില്ല, അത് ഞാൻ ഫോളോ ചെയ്യുന്നു പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു അവനാണ് യഥാർത്ഥ ഇന്ത്യൻ എന്ന് SJ സൂര്യ റീസെൻ്റ്ലി അതൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. അത് ഭയങ്കര വൈറലായി. അതൊക്കെ ഒരുപാട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്തു. സോ സാറിനോട് തന്നെ ചോദിക്കുകയാണ്, ഒരു ഇന്ത്യൻ യഥാർത്ഥത്തിൽ എങ്ങനെയായിരിക്കണം? Exactly. When we say that ഇനി മഹാത്മാഗാന്ധി പോലെ ഒരാളെ ജീവിക്കുന്നത് അല്ലത് ജനിക്കുന്ന കഷ്ടമാണ് എന്ന് പറയും. അങ്ങനെ ഇല്ല എന്നുള്ളത് തീർച്ചയായും. നിങ്ങൾ എവിടെയെങ്കിലും അന്തരീക്ഷത്തിൽ നോക്കിയോ ഒരാളുണ്ടോന്ന്? ഉണ്ട്. ഈസ് സ്റ്റാൻഡിങ് ഔട്ട്സൈഡ്. അയാൾക്ക് ഇവിടെ അകത്ത് കയറാൻ താല്പര്യം ഉണ്ടാവില്ല. ബട്ട് ഹി മൈറ്റ് ബി the next Gandhi, but we have to recognize it. That starts with that airline counter guy who says, I'm sorry. They said, we'll connect you to the PM's office. And he said, okay, give me, I'll talk to the PM. Dhairyam, valor, I appreciate it. Other people were slightly upset of missing the flight,
but we've got the right track. Flight to Missouri, but journey we've got it. That is what I was saying, and I meant it seriously. And this film talks about that. The onus of honesty cannot be always transferred to somebody else. അയാൾ ഓണസ്റ്റായി ഇരുന്നിരിക്കണം എന്ന് പറയുന്നേക്കാൾ ഞാൻ അങ്ങനെ ആയിരുന്നോ ആ സമയത്ത് എന്ന ചോദ്യമാണ് ആവശ്യമായ ഒരു ചോദ്യം. That question is asked by the film. The answer is shown in the film. So that is very important for me. And thank you for saying that. But that is not a PR we planned. It happened. And we all Indians who are honest become our champions. Shankar sir, நிறைய ஆக்டர்ஸ் வந்து நீங்க நடிச்சு காட்டுற விதம் வந்து எக்ஸ்பிளைன் பண்ணுவாரு. யூ ஆர் an exceptional actor. கமல் சார் கூட எப்படி அந்த காம்போ ஒர்க் ஆகும்? அவருக்கெல்லாம் நடிச்சு காட்டணுமா சொல்லுங்க. ஒன்றும் இல்லை, கதை சொல்லும்போது வாங்கிக்கிறாங்க உள்ள, சீனை படித்து பார்த்தாலே போகிறோம். அவங்க வந்து என்ன வேணுமோ கரெக்டாக கொடுத்துருவாங்க. எங்கேயாவது ஒரு சின்ன இப்படி இருக்கலாமா அப்படி இருக்கலாமா அப்படின்னு தோணும்போது மட்டும் அவர்கிட்ட டிஸ்கஸ் பண்ணி பண்ணுவாங்க. நம்மலாம் ஒன்றும் அவருக்கு வந்து நடிப்பு வந்து சொல்லிக் கொடுக்க வேண்டிய அவசியமெல்லாம் இல்லை. തവര ഞാൻ കണ്ടത് സെറ്റിൽ വെച്ച് കണ്ടത് ഞാൻ പറയാം. Director, he calls for a Bobby Simha, he calls for Siddharth, he only looks at the photograph and decides this man will play. He wants that voice, he wants that face. I've never seen him act and show, you'll only saw the positions. He wants the quality to be of that actor. And that is the job of an actor. That is why we are paying so much to the actor, not so that the director can up his BP by conducting every actor's role. The best part of an actor is to bring the best from every actor, however small he is. And you will see that in this film. There are certain scenes, and even in the next part, there are certain scenes where small actors would have excelled. Sir, Indian part 1ல வந்து காந்தி இந்த இந்தியன் தாத்தாவுக்கு வந்து மீசை இருந்த மாதிரியும் அப்புறம் கமல் சார் கூட நடந்த ஒரு டிஸ்கஷனில் தான் இந்த மீசை வேணாம், அப்படி க்ளீன் ஷேவாக இருந்தால் ரொம்ப நல்லா இருக்கும்னு கேள்விப்பட்டிருக்கேன். அது உண்மை, அது சாரோட சஜஷன். ஆக்சுவலி அவருக்கு ஞாபகம் இருக்கிறது தெரியாது. ஃபர்ஸ்ட் இந்தியன் தாத்தாவில் சில because we didn't know that Senapati, we didn't know how big Senapati is going to become. That day we made a decision. Then Sujata sir and he sat and said, why did the old Senapati has a young Senapati has a mustache? Oh, they will ask this question. That there is a dialogue. டயலாக் இல்லை, இப்போ எனக்கு ஞாபகம் வருது. என்னென்னா எல்லாத்துக்குமே ஆப்ஷன் வச்சுருப்பேன். மீசையோடு எப்படி இருக்கும், மீசை இல்லாமல் எப்படி இருக்கும், அப்படிலாம் ஆப்ஷன் வச்சு எது நல்லா இருக்கோ அந்த மாதிரி ஃபிக்ஸ் ஆகும். எனக்கு ஞாபகம் இருக்கிற வரைக்கும் என்னென்னா, இந்த மீசை இல்லாமல் அது ஒட்டுறதுக்கு முன்னாடி வந்த சேனாபதியை பார்த்து அசந்துட்டோம். பயங்கரமாக இருக்குது, எடுங்க தாட்டே போல் இன்னொரு ஆப்ஷன் அந்த மீசை வச்சு பார்க்கணுன்ட்டு. ஸோ அப்படி எடுத்த மாதிரி தான் எனக்கு ஞாபகம் இருக்குது. அப்புறமா then they thought about it. Then they added a dialogue which is actually very emotional, where he says, I took off my mustache because it will poke you. Now I will kill you. That became a very important part of the film. அது அந்த படம் கடைசியில் பார்த்தீங்கன்னா பையன் செத்ததுக்கு அப்புறம் மீசை வச்சிருப்பார் லாஸ்ட் சீனில். ஸோ அந்த மீசை யூஸ் பண்ண மாதிரி இருக்கும், மீனிங்ஃபுல்லாகவும் இருந்தது. സാർ ഈ പറഞ്ഞതുപോലെ ഈ മേക്കപ്പിൻ്റെ ടൈമിങ് വളരെ കൂടുതലായിരുന്നു. ഗെറ്റപ്പ് കാണുമ്പോൾ അറിയാം. അത് ഒരു ടൈമിങ് എങ്ങനെയായിരുന്നു സാർ? അതോടൊപ്പം തന്നെ മേക്കപ്പ് കഴിഞ്ഞ് അതൊന്ന് നമുക്ക് റിമൂവ് ചെയ്യണമെന്നുള്ള ടൈമിംഗ് ഉണ്ട്. അതെങ്ങനെയായിരുന്നു സാർ? It is like കേരളത്തിൽ വന്ന് തയ്യവും കഥകളിയും ചെയ്യുന്ന ഒരു സ്ഥലത്ത് അതേപ്പറ്റി പറയുന്നത്, you don't have to say. There are people who lie down and sleep while makeup is being made. That is the tradition of Kerala. Much before Hollywood, much before everything else. So here it was easy. I've seen my guru, Mr. T.K. Shanmugam, prepare for Avayar
play for which he didn't make wealth overnight. But for a play, he'll come at 3:30 in the afternoon and he'll be ready at 6:30. It's for a stage and he'll do it every day. So avodeka padichu vanna aalana. That time is not but you must see it won't, the play will get over in 3.5 hours. But shooting will take 50 days for a normal film. If the Senapati character comes to the set only at 10 and has to leave by 3 or 4 because even if he stays, a makeup won't look good in camera. So that is the time space. So that is the most difficult logistic problem we had to face. It is not a sacrifice because the kind of stardom and the success that a film can give an actor, anything is not too hard to do. So that is what I am trained to do. And this film, thanks to makeup technology, from 4 to 5 hours to 6 hours, it's now come down to 3.5 hours. First day, it will be 5 hours, 5.5 hours because we are still working. So afterwards, the time goes down. And for this film, I think for this part, I must have done about 70 days of work with makeup. But the director waiting and leaving the scene halfway because of makeup and catching up the next day, idakka tension aanu. But we, and logistically, Mara, Vayila, COVID, accidents, Ellanode, you will have to put it in your schedule, and we managed to do it with nearly 300, 400 people helping us from various departments.